ഇങ്ങനെ ഇരുന്ന് ഞങ്ങളുടെ ഗാർഡനെ ഇങ്ങനെയാക്കാൻ ശ്രമിക്കുന്ന വീഡിയോയുടെ പാർട്ട് 2 ആണിത്. പാർട്ട് 1 കണ്ടിട്ടില്ലാത്തവർ ലിങ്ക്ഡ് റീൽ കണ്ടാൽ മതി. ഈ വീഡിയോയുടെ അവസാനം ഞാൻ കോസ്റ്റ് ഡീറ്റെയിൽസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സോയിൽ പ്രിപ്പയർ ചെയ്ത് ബോർഡറൊക്കെ സെറ്റാക്കി വെച്ചായിരുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടർഫ് വിരിക്കലാണ്. റോളായി വരുന്ന ടർഫ് ഗ്യാപ്പ് ഇല്ലാതെ ഓവർലാപ്പ് ചെയ്യാതെ നിരത്തി വെച്ചു. എന്നിട്ടൊന്ന് ചെറുതായി ചവിട്ടിക്കൊടുത്ത് ഇടയ്ക്ക് എയർ ഒന്നുമില്ലെന്ന് ഉറപ്പുവരുത്തി. ടർഫ് ഫുള്ളായി നിരത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നന്നായിട്ട് വെള്ളം ഒഴിക്കണം. ഇനി ലാസ്റ്റ് സ്റ്റെപ്പും എനിക്ക് ഏറ്റവും ഡിഫിക്കൽട്ടായി തോന്നിയ സ്റ്റെപ്പുമാണ് ബോർഡറിൽ സ്റ്റോൺ ഇടുന്നത്. 850 കിലോ വൈറ്റ് സ്റ്റോൺസ് ആണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഇത് വാരി ഒരു വീൽബാരോയിൽ ലോഡ് ചെയ്ത് ബാക്ക് യാർഡിൽ എത്തിക്കണം. അതൊരു നല്ല ടാസ്ക് തന്നെയായിരുന്നു കേട്ടോ. സോ ഇതാണ് നമ്മുടെ ഗാർഡന്റെ ഫൈനൽ ലുക്ക്. സ്റ്റോൺസ് തീർന്നതുകൊണ്ട് ഈ ഭാഗത്ത് ഇപ്പോൾ സ്റ്റോൺസ് ഇട്ടിട്ടില്ല. അതുപോലെ ഇവിടെ ഫെൻസിന്റെയും ഗ്രൗണ്ടിന്റെയും ഇടയ്ക്ക് ചെറിയ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് ഇവിടെ ഗാർഡൻ ബെഡ് വെച്ചിട്ട് സ്റ്റോൺസോ ഗ്രാസോ വെച്ച് ഫില്ല് ചെയ്യാനാണ് പ്ലാൻ. ഇനി ഞാൻ കോസ്റ്റ് ഡീറ്റെയിൽസ് പറയാം. റേക്ക് 14 പൗണ്ട്, സ്പേഡ് 11 പൗണ്ട്, ലെവലിംഗ് റേക്ക് 25 പൗണ്ട്, വീഡ് മെംബ്രെയിൻ 12 പൗണ്ട്, വീഡ് മെംബ്രെയിൻ പെഗ്സ് 5 പൗണ്ട്, എഡ്ജിങ് 10 എണ്ണം 45 പൗണ്ട്, വീൽ ബാരോ 56 പൗണ്ട്, ടർഫ് 50 സ്ക്വയർ ഫീറ്റിന് 220 പൗണ്ട് ഡിസ്കൗണ്ടിന് ശേഷമാണ്. 850 kg വൈറ്റ് സ്റ്റോൺസിന് 197 പൗണ്ട്സ്, സ്പ്രിംഗ്ലറിന് 6 പൗണ്ട്. എല്ലാം കൂടെ ഏകദേശം 600 പൗണ്ടാണ് ഇതുവരെ ഞങ്ങൾക്ക് ആയത്.